അതിപ്പോൾ ഒരു അരമണിക്കൂറിന് കംപ്ലീറ്റ് ഫിനിഷ് ആയിക്കോളും. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ അല്ല, ഇപ്പോൾ ഉച്ചയാവാറായിട്ടോ. അപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്, ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അതേസമയം അമ്മ ഇഷ്ടമുള്ള ഒരു വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, വർത്താനം പറയുക എന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ അടുക്കളപ്പുറം. ഞാനും അമ്മയാണ് പ്രധാനമായിട്ട് ഇവിടെ ഇരിക്കാറ്. ഇവിടെ ഇരുന്ന് പ്രകൃതിയിലേക്ക് നോക്കിയിരുന്ന് ഫുഡൊക്കെ കഴിക്കുക, കിളികളെയും അണ്ണാനെയും ഇതേ കണ്ടോ കാക്ക വന്ന് കൂട്ടിന്നിരിക്കുന്നത് നോക്കിയിരിക്കുക, ഇതൊക്കെ നല്ല രസമുള്ളൊരു കാര്യമാണ്. ഇതേ കുടിക്കണ്. നമ്മളിവിടെ നിക്കണ കണ്ടിട്ടും അവനൊരു കുഴപ്പമില്ലല്ലോ. ആ കാക്കയ്ക്ക് പക്ഷെ ഇപ്പൊ ശീലായിട്ടോ. അപ്പൊ ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അമ്മ ഓടി വന്ന് പറയാണ്, അത്യാവശ്യ കാര്യങ്ങളൊന്നും ഇല്ല, നേരത്തെ മേടിച്ചതാണ്, എന്നാലും 2 പാക്കറ്റ് പാലൊന്ന് മേടിച്ചു വെച്ചേരേ എന്ന് പറയുമായിരുന്നു കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ച് മേടിക്കാനില്ല. അപ്പ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം ഓക്കെ അല്ലേ എന്നാണ് നോക്കുന്നത്. ചില്ലറ ഇല്ലേ എന്നാണ് പോക്കറ്റിൽ തപ്പി നോക്കണേ കേട്ടോ. കാരണം അപ്പയ്ക്ക് ചില്ലറ കൊടുക്കുക എന്നുള്ളത് മസ്റ്റാണ്. അതില്ലെങ്കിൽ അപ്പയ്ക്ക് ഇഷ്ടമല്ല. ഇത് ഗ്രേ ഷർട്ട് അല്ലല്ലോ, ബ്ലാക്ക് ഷർട്ടാ. വെയിലത്ത് ഇറങ്ങുമ്പോഴാ ബ്ലൂ കളർ കാണുന്നേ. പക്ഷെ ഇവിടെ നിൽക്കുമ്പോ അങ്ങനെ മനസ്സിലാവുന്നില്ല. വെയിലത്തേക്ക് ഇറങ്ങുമ്പോ ബ്ലൂ കളർ മനസ്സിലാവുന്നുണ്ട്, അല്ലാത്തപ്പോ ബ്ലാക്ക് ആയിട്ടാ തോന്നണേ. നമ്മുടെ നീലമാങ്ങ ഇത്തവണ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ നീലമാവിനൊരു പ്രത്യേകതയുണ്ട്. അതായത് മനുഷ്യരുടെ പ്രെമിസസിനോട് ചേർന്ന്, മനുഷ്യരുടെ സഹവാസത്തിനോട് അടുത്ത് വരുന്ന ബ്രാഞ്ചസിലാണ് ഇത് കൂടുതൽ ഉണ്ടാവുന്നതെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അത് മേ ബി ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഈ മാങ്ങ ഉണ്ടായിട്ടുള്ള ഈ ബ്രാഞ്ച് ഉണ്ടല്ലോ, എൻ്റെ റൂമിനോട് ചേർന്നാണ്, കണ്ടോ. അവിടെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടായേക്കണത്. ഇത്തവണയാണ് ഇതിനകത്ത് ഇത്രയും മാങ്ങ കാണുന്നത് കേട്ടോ. അതേ നല്ല രസം. നീല നിറം അതിൻ്റെ ഒരു ഡാർക്ക് നീല കളറായി മാറും കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും, കണ്ടോ. ഇപ്പം അത്രയും ആയിട്ടില്ല, കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല ഡാർക്ക് നീല വരും. അപ്പോൾ നല്ല രസമാണ് കാണാൻ. ഞാൻ ആ മാംഗോയുടെ ഷോട്ട് ഇട്ടപ്പോൾ പലരും പറഞ്ഞു നീലമാങ്ങയാണ് ഏറ്റവും ഇഷ്ടമെന്ന്. ആണോന്നേ, നിങ്ങൾക്ക് അതാണോ ഇഷ്ടം? കാക്ക എന്റെ കൂട്ടുകാരായ കാക്ക, അണ്ണാൻ, മറ്റുള്ള പല കിളികളും വരും ഇവിടെ. രാവിലെ ഞാൻ കൊടുക്കാറ്. രാവിലെ പുട്ടൊക്കെ നനച്ചേച്ച് ഞാൻ പറയാറില്ല ഇച്ചിരി പൊടിയുള്ളതങ്ങ് അവർ വന്ന് തിന്നുന്ന. ഇതും പക്ഷെ കണ്ടോണ്ട് കാക്ക ആദ്യം വന്നോളൂ. അതിലേക്ക് ഇരിപ്പുണ്ട്. അവർക്ക് ബാലൻസ് ഇച്ചിരി ഇരുന്നതാ, ഒരു സ്വല്പം ചെരുവത്തിൽ ഇരുന്നതാട്ടോ. അപ്പൊ ഞാനത് കഴുകി ശരിയാക്കി വെച്ച് വെള്ളം ഊറ്റി മാറ്റി വെച്ച് ഇത് വെച്ച് കൊടുത്തേക്കണത്. അതേ അതിപ്പോ ഒരു അരമണിക്കൂറിന് കംപ്ലീറ്റ് ഫിനിഷ് ആയിക്കോളും. ഓക്കെ. ഈ ബംബ്ലൂസിന്റെ പൂ വീഴുന്നതാ. ഇന്നെങ്ങനെ മണയും. കണ്ടോ നമ്മളങ്ങ് മാറിയപ്പോഴേക്കും പതുക്കെ കഴിക്കാൻ വന്നത് കണ്ടോ. ക്യാമറ എങ്ങാനും ഇടയ്ക്ക് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അപ്പം തന്നെ ആൾ സ്റ്റാൻഡ് വിടും. ഇത് കാണാതെ വളരെ സൂക്ഷിച്ചാണ് ഞാൻ ജനലിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയാണ് എടുക്കുന്നത്. എന്നാലും അവർക്ക് ക്യാമറ കണ്ടെത്താൻ വളരെയേറെ കഴിവുണ്ട് കേട്ടോ. ഭയങ്കര സംഭവം തന്നെ. തിന്നോണ്ടിരിക്കുക. മിണ്ടിയ അപ്പം പോവാൻ കണ്ട. വിശക്കണോ? ആശാന് നല്ല വിശപ്പുണ്ട്, അതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണ്ടെങ്കിൽ ആള് നന്നായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും അവരെ കൂടി കൺസിഡർ ചെയ്യണം അല്ലേ. നമ്മുടെ ഈസ്റ്റർ പാലപ്പം കണ്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ ഒന്ന് റെസിപ്പി കാണിക്കാവുന്ന. നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്, പക്ഷെ ചിലപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം നമുക്കതൊന്ന് പെട്ടെന്ന് കണ്ടാലോ. തലേ ദിവസം രാത്രിയാണ് അപ്പത്തിനുള്ളത് ആട്ടി വെക്കണം കേട്ടോ. അരി, അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് 5008 പച്ചരിയാണ്. നേരത്തെ തന്നെ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ്സാണ് കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു 4-5 മണിക്കൂറൊക്കെ കിടന്നാൽ മതിയാവും കുതിരാനായിട്ടേ. അതിനുശേഷം രാത്രി ആട്ടാനിപ്പോൾ എടുത്തേക്കാണ്. ഇനി ബാക്കിയുള്ളത് കണ്ടോളൂ കേട്ടോ. രാത്രി നല്ല ചൂടായതുകൊണ്ട് കിച്ചണിലൊന്നും നിൽക്കാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഫാനിൻ്റെയും മിക്സിയുടെയും പ്ലഗ് ഒന്നായതുകൊണ്ട് ആട്ടുമ്പോൾ ഫാൻ ഓഫ് ചെയ്യേണ്ടി വന്നു. അതാണ് ശരിക്കും പണി കിട്ടിയത്. നമ്മൾ രാവിലത്തെ അപ്പത്തിനുള്ള
അരി അരയ്ക്കാൻ പോവാ. നേരത്തെ കുതിർത്തിയിട്ടത് അതെ, ഇതിന് ഒരു തവി ചോറ് ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒറ്റ തവി കൂമ്പന ചോറുണ്ണ ചോറ്. ഒരു ഫുൾ തേങ്ങ ചേർത്തിട്ടുണ്ട്, പച്ചത്തേങ്ങ, ഫുൾ തേങ്ങ. രണ്ടായിട്ട് അരയ്ക്കേണ്ടി വരും ഇതുള്ളത് കൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കള്ളാണ് ചേർക്കാൻ പോകുന്നത്. ഈ കാണുന്ന ഗ്ലാസ്സിന് 3/4 ഗ്ലാസ്സാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ട്രിപ്പായിട്ടാണ് ഇത് അരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ട്രിപ്പ് അരയ്ക്കാനെടുക്കുമ്പോൾ ഈ അളവുകളെല്ലാം പകുതി വെച്ചാണ് ചേർക്കുന്നത്. രണ്ടാമത്തെ ട്രിപ്പിലും ബാക്കി പകുതി കൂടി ചേർത്ത് അരയ്ക്കും. എന്നിട്ട് അവസാനം ഈ 2 ട്രിപ്പിലെ മാവും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. അത് കാണാം കേട്ടോ. കള്ളിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ മാവ് പുളിച്ചോ. നമ്മൾ ഈസ്റ്റ് അല്ല കള്ള ഉപയോഗിക്കുന്ന അളവ് നേരത്തെ പറഞ്ഞല്ലോ, മേടിച്ച് വെച്ചതാട്ടോ. അതുകൊണ്ട് മാത്രം ആവൂല, അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് അരയ്ക്കാൻ വേണ്ടി. ഈ 2 ട്രിപ്പായിട്ട് അരച്ച് നിങ്ങളെ കാണിക്കാം. നമ്മൾ എപ്പോഴും കാണിക്കണതായത്. ഒരു ട്രിപ്പ് കഴിഞ്ഞു അല്ലേ? ഒരു ട്രിപ്പ് കഴിഞ്ഞു. നല്ല ഒന്നോടെ അടിയണം അത്. അത് 2 ട്രിപ്പും കൂടെ കഴിഞ്ഞ അരച്ചിട്ട് മിക്സ് ചെയ്ത് അരയ്ക്കാം. മിക്സിങ്. ഇനി അടുത്ത ട്രിപ്പ് കേട്ടോ. സെക്കൻഡ് ട്രിപ്പ് അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം പഞ്ചസാര കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, ചുടാൻ നേരത്ത് ചേർത്താലും മതി. നമ്മളിപ്പോൾ ഇച്ചിരി പഞ്ചസാര അങ്ങ് ചേർത്ത് വെക്കണമെന്നേ ഉള്ളൂ. പിന്നെ ചുടാൻ നേരത്ത് ബാലൻസ് ചേർക്കാം. അപ്പം ഇത്രയും ചേർത്താൽ മതി, ചുടാൻ നേരത്ത് ചേർക്കാം. ഇതേ സെക്കൻഡ് ട്രിപ്പ് അരച്ചതാണത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അരച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ചേർത്തേച്ച് ഒന്ന് ക്രഷ് ചെയ്തിടണം, പൾസ് ചെയ്ത്. ഇതേ മിക്സ് ആവാൻ മൊത്തം മിക്സായി കിട്ടാൻ. ഗ്രൈൻഡറിലാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, ഇങ്ങനെ കല്ല് കിടന്ന് ആടുമല്ലേ. അപ്പോൾ ഒറ്റയടിക്ക് ചെയ്യുകയും ചെയ്തു. ഇപ്പം മിക്സി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം. കൈ കൊണ്ട് ചെയ്താലും മതി, പക്ഷെ ഇങ്ങനെ ചെയ്യണം നല്ലതെന്നാ എപ്പോഴും തിരുമറിയുടെ നൂച്ചാച്ചയുടെ മമ്മി പറഞ്ഞ, കുഞ്ഞുമ്മ പറഞ്ഞ, എപ്പോഴും പറഞ്ഞ ഇതാ നല്ലതെന്ന്. ഒന്നങ്ങ് ഇതായ മൊത്തം ഇതിലങ്ങ് കറങ്ങി കിട്ടൂലേ. ഇനി നമുക്കിത് 2ഉം കൂടെ ഒന്ന് അടിച്ചേച്ച് നമുക്ക് ചെരുവത്തിലേക്ക് മാറ്റാം. നോക്കിക്കോ, മാറ്റിക്കോ. എന്നിട്ട് പൊങ്ങാൻ വെക്കണമല്ലോ. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, നല്ല അരഞ്ഞിട്ടുണ്ട്. ഇവൻ വെച്ചിട്ടുള്ള അപ്പമാണ് നമ്മൾ നാളെ കഴിക്കാൻ പോണത്. എന്തെങ്കിലും കറുത്ത ഡോട്ട് പോലെ കാണുന്നുണ്ടെങ്കിൽ അത് തേങ്ങയിലാട്ടോ, വേറെ ഒന്നും അല്ല. ഞാൻ എടുക്കട്ടെ ഇങ്ങനെ മൊത്തം. ഇതിന് നമുക്ക് പച്ചത്തേങ്ങ തന്നെ വേണോ അല്ലേ? പച്ചത്തേങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല. പച്ചത്തേങ്ങ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർദ്ദവും നല്ലൊരു പ്രത്യേക രുചിയായിരിക്കും. ഉണങ്ങിയ തേങ്ങ എപ്പോഴും ഡ്രൈ അല്ലേ, ഉണക്ക. അപ്പം പച്ചയാണ് സാധാരണ അപ്പങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത്. ഇനി കിട്ടാൻ മാർഗ്ഗമില്ലാത്തവർക്ക് ഇപ്പം രക്ഷയില്ല. നമുക്കൊക്കെ ഇപ്പം ഇങ്ങനെ തേങ്ങ ഇട്ടെടുക്കാനുള്ളത് കൊണ്ട് പച്ചത്തേങ്ങ കുഴപ്പമില്ല. ഇച്ചിരിയുടെ വെള്ളം വേണം. കട്ടിയിലായിരിക്കണതേ. ഇത് കള്ളപ്പത്തിന്റെ കെട്ടിയത്. ഇനിയിപ്പോ എന്നാ ചെയ്യണേന്ന് വെച്ചാൽ അല്ലെങ്കിൽ സ്പ്രെഡ് ആവൂല പാത്രത്തിൽ. അതെ 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 അതെ. ഈ കപ്പിൽ വെള്ളമുണ്ട് ഇവിടെ. ഇത് ഇച്ചിരി വെള്ളം മിക്സിയിലേക്ക് ഒഴിക്കണ്ടേ. അത് നല്ല ഐഡിയ. അത് മതി. ഇതിൽ കുറച്ചൊക്കെ ഇരിപ്പുണ്ടല്ലോ. നമ്മൾ തേങ്ങാപ്പാൽ അങ്ങനെ ചേർക്കാറില്ല, പച്ചത്തേങ്ങ അരച്ചാ ചേർക്കണം. തേങ്ങാപ്പാൽ ചേർക്കണവരുണ്ട് കേട്ടോ. ഒരുപാട് പേര് തേങ്ങാപ്പാൽ ചേർത്ത് പാലപ്പം ചുടാറുണ്ട്. നമ്മൾ തേങ്ങ അങ്ങ് അരയ്ക്കുന്നുള്ളൂ. ഇത് മതി. ഇനിയിപ്പോൾ രാവിലെ എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് ചേർത്താൽ മതി. അന്നേരം കുറച്ച് പഞ്ചസാരയൊക്കെ എന്തായാലും ആഡ് ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളമയം വരും പഞ്ചസാര ചേർക്കും. മതി. ഇപ്പം ഇത് മതി. പിന്നെ ചുടുമ്പോൾ നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കാം. ഇപ്പം ഇത് കണ്ടോ. ദേ ഞാൻ എന്ന് പറഞ്ഞ ആ സൗണ്ട്, അതായത് ആ ചൂട് കല്ലിലേക്ക് ദോശമാവ് ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിണ്ടാതിരുന്നത് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് അപ്പമാണ്. ഈസ്റ്ററിൻ്റെ അന്ന് നമ്മൾ ചുട്ടതാണ്, എല്ലാവരും കണ്ടതാണ്. ഇതിപ്പോൾ ലാസ്റ്റായി, ബാക്കി എല്ലാം ചുട്ടിരിക്കണുണ്ടോ. ഇത് കണ്ടപ്പോഴാണ് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചത് റെസിപ്പി ഇടാവോ എന്ന്. അപ്പോൾ അന്നേരം എടുത്ത് വെച്ചതാണ്. അതായത് ലാസ്റ്റ് റൗണ്ടായി. അപ്പോൾ അമ്മ പറഞ്ഞാൽ അധികം പരത്തണ്ട, നമുക്കൊരു മിനി വെള്ളയപ്പത്തിൻ്റെയൊക്കെ മോഡൽ, എന്നാൽ കുറച്ചും കൂടി കട്ട് ചെയ്തിട്ട് ആ രീതിയിൽ ചുടാന്ന് പറഞ്ഞതാണ് ഇത് കേട്ടോ. അതാണ് അധികം പരത്താത്തത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പയ്ക്കാണെങ്കിൽ അമ്മയുടെ ഈ പാലപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം ഹൃദ്യമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഇല്ല. അതും
അതും മട്ടൺ സ്റ്റൂ ആണ് അപ്പയ്ക്ക് ഇഷ്ടം. പക്ഷെ ഇത്തവണ ചിക്കൻ കുറുമയാണ് ചേഞ്ചിൽ പിടിച്ചതാണ്. കണ്ടോ, അതേ അരികൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിരിക്കുന്ന സൂപ്പറായിരുന്നു കേട്ടോ.